കൊല്ലം വരെ പോകുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിനെ കാത്തിരിക്കുകയാണ്. രാവിലെ 10:30 വരേണ്ട വന്ദേ ഭാരതാണ്. 11 മണിയായിട്ടും വരുന്നില്ല. വേറെ പല ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഞാനവിടെ ഇങ്ങനെ കാത്തു കിട്ടിയിരുന്നു. ഓരോ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു. അപ്പോഴാണ് തിരക്ക് കണ്ടത്. ശരിക്കും ട്രെയിനിൽ ഉള്ള നമ്മുടെ നാട്ടിലെ യാത്രാ ദുരിതം ശരിക്കും അവിടെ കാണാം. കാരണം ആവശ്യത്തിന് ട്രെയിനില്ല, ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ ട്രെയിൻ വന്ന് നിൽക്കുമ്പോഴും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ നിന്ന് ഇറങ്ങണു കയറണു. ജനറൽ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഫുള്ളാണ്. ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് മടുത്തു. ബിരിയാണി കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നു. ഇതാ പോകുന്നു ഒരു നമ്മുടെ എസ്കെൻ്റെ പരസ്യം, ശ്രീകണ്ഠൻ നായരുടെ പരസ്യമായിട്ട് ശ്രീകണ്ഠൻ നായർ ചിരിച്ചിക്കണ പരസ്യമായിട്ടുള്ളൊരു ട്രെയിൻ. അടിപൊളി. ആ ഫാനിൻ്റെ ചൂട് കാറ്റടിച്ചിട്ട് അവിടെ ഇരുന്നു വെയിറ്റ് തന്നെ. അപ്പോഴേക്കും ചെറിയ മഴക്കാറ് വന്നു തുടങ്ങിയിട്ടാണ്. മഴക്കാറുണ്ട്, ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കാവി അണിഞ്ഞിട്ടുള്ള നമ്മുടെ വന്ദേ ഭാരത് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനേതായാലും വന്ദേ ഭാരതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടി. വിൻഡോ സീറ്റൊക്കെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിൻഡോ സീറ്റ് ഇതാ അവസ്ഥ. എന്താ ചെയ്യുക, പുറത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിൻഡോ സീറ്റ് എടുത്തത്. ഏതായാലും ഗ്യാപ്പ് കൂടെയൊക്കെ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും റെയിൽ നീറിൻ്റെ ഒരു കുപ്പി വെള്ളം അവർ കൊണ്ടുവന്നു. ദാഹം ശമിപ്പിക്കാമല്ലോ. നമ്മൾ വിൻഡോ സീറ്റിൻ്റെ ഗതികേട് ആലോചിച്ചിരിക്കുന്നു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. മഴയും വെയിലൊക്കെ നല്ല പോലെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പാണ്. കേരളത്തിൻ്റെ പുറത്തൊക്കെ പോകും നല്ല പച്ചപ്പായിട്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള മസാല ടീയുടെ പാക്കറ്റും പിന്നെ ഒരു ബിസ്ക്കറ്റും അവർ കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഈ പൊടി ചൂടുവെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ടു ഡ്രിങ്ക് ചായയാണ്. അപ്പം ഞാൻ ആ പരിപാടി ചെയ്തു. അത് കലക്കി ആ പൊടിയൊക്കെ ഇട്ട് ആ ബിസ്ക്കറ്റ് ഒരെണ്ണെടുത്ത് കഴിച്ചു. എന്നിട്ട് പതുക്കെ ചായ നല്ലപോലെ ഇളക്കി ചായ കുടിച്ചു. കുഴപ്പമില്ല, മസാല ടീയുടെ ടേസ്റ്റും ഏലക്കായുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. അടിപൊളി, കൊള്ളാം. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. അതെല്ലാം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരുന്നു. ഒരു ഗ്യാപ്പ് കൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട്, വേറെ വഴിയൊന്നുമില്ല, ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതിൽ കൂടെ വിൻഡോ സീറ്റിൻ്റെ കൂടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. വേറെ എന്താ ചെയ്യുക അല്ലേ. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മുമ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സോളാർ പാനലുകൾ നിറച്ചിട്ടുണ്ട്. കുറേ അങ്ങോട്ട് നീങ്ങിയിട്ട് കുറേ ഇൻഡിഗോൻ്റെയും അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെയൊക്കെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എറണാകുളം സ്റ്റേഷനിലെത്തി. ഞാൻ ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. കുഴപ്പമില്ല, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ ഇഷ്ടപ്പെട്ടു. തിരിച്ച് ഞാനങ്ങനെ അകത്തേക്ക് തന്നെ വന്നു. എൻ്റെ സീറ്റിൽ വന്ന് തന്നെ ഞാൻ അഭയം തേടി. അങ്ങനെ സീറ്റിൽ വന്നിരുന്നു. അങ്ങനെ എറണാകുളം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടു. ഇനി അടുത്ത ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ പോകുമ്പോൾ ചുറ്റും ഈ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണല്ലോ. പുറത്ത് വളരെയധികം പച്ചപ്പ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ആലപ്പുഴ സ്റ്റേഷനൊക്കെ എത്താറാവുന്നതിന് മുന്നേ ഒരു ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവന്നു. ഏകദേശം ഒരു 12:45 ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2 പൊറോട്ട പോലെ എന്തോ സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോറ്, ഒരു ദാൽ കറി ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ഉപ്പേരി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗുലാബ് ജാം. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഉഷാറായി തട്ടി. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഉച്ചയുണ്ടായിരുന്നു. 12:30 ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണം കേട്ടോ. ഞാൻ വെജിറ്റേറിയനാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് അവർ കൊണ്ടുവന്നത്, സെർവ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവസാനം
മൗത്ത് ഫ്രഷ്നറായിട്ട് ഈ ഇതുണ്ട് പാസ് എന്ന് പറയുന്ന സാധനം, അങ്ങനെ ഒരു സാധനം അവർ തന്നിട്ടുണ്ടായിരുന്നു. പാസ് എടുത്ത് കഴിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. അധികം വലിയ സ്പീഡൊന്നുമില്ല, ഒരു 79-80 കിലോമീറ്റർ സ്പീഡിലേക്കാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ആലപ്പുഴ സ്റ്റേഷനായി. ആലപ്പുഴ സ്റ്റേഷൻ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വളരെയധികം ഭംഗിയുണ്ട്. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷൻ കഴിഞ്ഞ് വീണ്ടും ട്രെയിൻ മുന്നോട്ട് പോയി. എൻ്റെ ഗതികേട് ആലോചിച്ച് ഞാനിങ്ങനെ ഇരുന്നു. പുറത്തേക്കൊന്നും കാണാനും പറ്റില്ല. എന്താ ചെയ്യുക, ആലപ്പുഴ കഴിഞ്ഞു, അടുത്ത് ഇനി കൊല്ലാണ്. അപ്പോൾ കൊല്ലത്ത് എനിക്ക് ഇറങ്ങണം. അങ്ങനെ പല പഴയ ആലോചനകളിലൊക്കെ മുഴുകി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ മൺട്രോത്തുരുത്തും അതുപോലെ തന്നെ പേഴുംതുരുത്തും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കടന്ന്, ഒരുപാട് തുരുത്തുകളാണല്ലോ, കുറേ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണല്ലോ കൊല്ലത്തെത്തുമ്പോഴേക്കും. പോകുന്ന ശാസ്താംകോട്ട അങ്ങനെയൊക്കെ വരുന്ന പോലെ. അങ്ങനെ പെരുമൺ ക്രോസ് ചെയ്തു. അവസാനം നമ്മൾ അതിലെൻ്റെ ഇതിൽ സ്ക്രീനിൽ എഴുതി കാണിച്ചു കൊല്ലം സ്റ്റേഷൻ എത്തുകയായി, അടുത്ത നെക്സ്റ്റ് സ്റ്റേഷൻ കൊല്ലമാണ്. അങ്ങനെ കൊല്ലം സ്റ്റേഷനിലെത്തി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കൊല്ലം സ്റ്റേഷനിലാണെങ്കിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ തന്നെ വഴിയില്ല പല സ്ഥലങ്ങളിലും. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊല്ലത്തെത്തി. കൊല്ലം സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടന്നു ഒരു ഓട്ടോ പിടിച്ച് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ യാത്രയായി.